നമ്മൾക്കൊരു പുതിയ കർഷകനെ പരിചയപ്പെടാം. പഴങ്ങാലത്തുള്ള ഒരു കർഷകനാണ്. അപ്പം കർഷകനെ നമുക്ക് പരിചയപ്പെടാനായിട്ട് പോകാം. അപ്പച്ച പേരെന്താ അപ്പച്ച? എൻ്റെ പേര് അലക്സാണ്ടർ. എനിക്ക് വയസ്സ് 69 ഉണ്ട്. ഞാൻ ഒരു 35 വർഷമായി കൃഷിയുമായിട്ട് ജീവിക്കുകയാണ്. എനിക്ക് ഒരേക്കറോളം വയലിൽ ഞാൻ കൃഷി ചെയ്തു. സ്വന്തമല്ലെങ്കിലും ഇവിടെ ബന്ധുക്കളുടെ ആയിട്ടുള്ള വയലുകളിൽ കൃഷി ചെയ്തായിരുന്നു. അങ്ങനെ കൃഷി ചെയ്തിരിക്കെ പുരയിടങ്ങളിലും കൃഷി ചെയ്തു ഇരിക്കെ എനിക്ക് അസുഖം ബാധിച്ചു. പനിയും വന്ന് നേർക്കെട്ടിപ്പോയി ശ്വാസകോശമൊക്കെ കേടായിട്ട് ഇരുന്നു. അങ്ങനെ ഇപ്പോൾ ചികിത്സയിലാണ്. ആ ചികിത്സ വീട്ടിൽ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ ഇപ്പോൾ തുടരുന്നുണ്ട്. ചികിത്സിച്ചാൽ മരുന്ന് മേടിച്ചാൽ മതി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ എന്നാൽ കഴിയുന്ന കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. ഉണക്കായതുകൊണ്ട് ഇപ്പോൾ വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ് കൃഷികൾ നിൽക്കുന്നത്. നമ്മുടെ മാനസികാവസ്ഥയിലുള്ള കൃഷി രൂപപ്പെടുത്താൻ പറ്റുന്നില്ല. മഴയില്ല. 4-5 മാസമായി ഇവിടെ മഴ കിട്ടിയിട്ട്. ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ കൃഷിയുമായിട്ട് നടക്കുന്നതാണ്. എനിക്ക് മണ്ണ് വെറുതെ ഇട്ടേക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാൽ കഴിവത് ഞാൻ ആ മണ്ണിൽ അധ്വാനിച്ച് ഏതെല്ലാം കൃഷികൾ ചെയ്യാമോ ആ കൃഷികളെല്ലാം ചെയ്ത് ജീവിക്കുന്നു. അതുകൊണ്ടുള്ള വരുമാനം കൊണ്ടാണ് ഞാൻ കഴിയുന്നത്. ഇത് ആനക്കൊമ്പൻ വെണ്ട വിത്താണ്. അതിൽ നിന്ന് നല്ല വിളവുണ്ടാവും. പിന്നെ അതുകൂടാതെ ഞാൻ കമുക് കൃഷി ചെയ്തിട്ടുണ്ട്. നല്ല ഇനത്തിലുള്ള കമുകാണ്. കമുകിന് നല്ല ഇതായിട്ട് ആദായം കിട്ടുന്നതാണ്. ഇപ്പോൾ കായ്ക്കാൻ തുടങ്ങിയില്ല. വെണ്ട ഇട്ടു, കുറേ വഴുതന ഇട്ടു. അതിൽ വെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഭയങ്കര. മഴയില്ലാത്തതുകൊണ്ട് ഫലങ്ങൾ വിളവെടുക്കാറായി വരുന്നതേ ഉള്ളൂ. പിന്നെ ചീര കൃഷിയുണ്ട്. പിന്നെ പടവലവും പയറും ഒക്കെ ഇട്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ അതിൻ്റെ അംശങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ആനക്കൊമ്പൻ വെണ്ട വിത്ത് കഴിഞ്ഞ പ്രാവശ്യം നട്ടായിരുന്നു. അതിൽ ധാരാളം എനിക്ക് പ്രയോജനം ഉണ്ടായി. ഇപ്പോൾ വീണ്ടും അതുകൊണ്ടാണ് എപ്പോഴും ആനക്കൊമ്പൻ്റെ വെണ്ട വിത്ത് തന്നെ നടുന്നത്. ഈ മഴയുടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് അല്പം പ്രയാസമാണേ ഉള്ളൂ. നല്ല വിളവ് തരുന്നതാണ് ആനക്കൊമ്പൻ്റെ. വാഴയും കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ. പക്ഷേ വാഴയൊക്കെ ഏത് ഇനം വാഴകളാണ് ചെയ്യുന്നത്? പഞ്ചായത്തിൽ നിന്ന് തന്ന വാഴ വിത്താണ്. കഴിഞ്ഞ കൊല്ലവും കൃഷിഭവനിൽ നിന്ന് വന്ന് അത് കൃഷി ചെയ്ത് നല്ല വിളവാണ് കിട്ടിയത്. ഇപ്രാവശ്യവും ആ വാഴ വിത്താണ് നട്ടിരിക്കുന്നത്. നല്ല വിളവാണ്. പടവലത്തിൻ്റെ വിളവെടുത്ത് കഴിഞ്ഞതാണ്. അത് മൂടൊക്കെ കണ്ടിച്ച് നിർത്തിയിരിക്കാതെ നല്ല വിളവായിരുന്നു. ഇതെല്ലാം അപ്പച്ചൻ എവിടെയാ വിപണി എവിടെയായിട്ട്? വിപണി നല്ല വിപണിയിലും ഇതായിട്ടാണ് കൊടുക്കും. പിന്നെ പരിസരവാസികളും ഒരുപാട് പേര് മേടിക്കും. വീട്ടിൽ നല്ല വിഷം ചേർക്കാത്ത ജൈവമായതുകൊണ്ട് ആൾക്കാർ വീട്ടിൽ വന്ന് മേടിക്കുന്നുണ്ട്. നമ്മുടെ കമ്പോളത്തിൽ ഇവിടെ വീടുകളിലും എല്ലാം അങ്ങ് മേടിച്ചു. പശു വളർത്തലൊക്കെ ഇപ്പം വേണ്ടാന്ന് വെച്ചാൽ പശു വളർത്തലുണ്ടായിരുന്നു. അസുഖം ബാധിച്ചുകൊണ്ട് 5 പശുക്കളുണ്ടായിരുന്നു. ഇതൊക്കെ വയ്യായിക കൊണ്ട് ഇതെല്ലാം ഒഴിവാക്കി നിർത്തിയ. അപ്പോൾ ഇപ്പോൾ സമയം കിട്ടുന്ന ആ സമയത്തിന് വെച്ച് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു. ഞാൻ അതുകൊണ്ട് അപ്പച്ചന് കൃഷി ഇഷ്ടമാണ്, ജീവിത മാർഗമാണ്. അതെ. അതുകൊണ്ട് തന്നെ കൃഷിയിലോട്ട് മുമ്പോട്ട് പോകുന്നു. കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് മാർക്കറ്റിലൊക്കെ വിറ്റിട്ട് അപ്പച്ചന് ലാഭം തന്നെ, കുഴപ്പമില്ലേ? ഞാൻ തന്നെ കൃഷി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നഷ്ടമൊന്നുമില്ല. എനിക്ക് കഴിയാനുള്ള വക കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടർന്നും കൃഷി ചെയ്യുന്നത്. വാളരിയാണ് ഇത്. നല്ല വിളവുള്ള ഇനത്തിൽപ്പെട്ടതാണ്. കുറ്റിവാളരി എന്ന് പറയും. അപ്പോൾ ഈ ചീര എന്താ വെറൈറ്റി ഏതാ? ഇത് ബ്ലാത്താങ്കര ചീരയാണ്. ഇത് ഞാൻ വാങ്ങിച്ച് വിതച്ചതാണ്. വിതച്ചിട്ട് മാറ്റി പിഴുത് നട്ടതാണെന്നോ. ഇപ്പം അടുത്ത പ്രാവശ്യത്തേക്കുള്ള വിത്തുകളൊക്കെ നമ്മൾ ശേഖരിച്ചോ? ഇതിൽ നിന്ന് തന്നെ ഇത്
വേറെ കൃഷി ചെയ്തിട്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. ഓ ഓ, അപ്പം ഇനി മഴ കഴിയുമ്പോഴല്ലോ അത് ഇടത്തുള്ളൂ. അത്രയേ ഉള്ളൂ. ഓ ഓ, ശരി.